അതെ, ഈ ഓണം വിഷുവൊന്നും നമ്മുടെ ആഘോഷമല്ലേലും ഈ ഒരു സദ്യയുടെ കാര്യത്തിൽ നമ്മളൊന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ? കുഞ്ഞതായിട്ട് വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഞാനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു സദ്യ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ആദ്യം ഇതുപോലെ വലിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭം കിട്ടുകയും ചെയ്യും. നല്ല കുഞ്ഞതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം കഴുകിയെടുക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കഴുകിയിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഇതാ അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളമൊഴിച്ച് കുറച്ച് സമയം അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും വറ്റൽമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക അരിഞ്ഞിട്ട്. എന്നിട്ട് ഇതാ ക്യാബേജും കൂടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെക്കുക. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയുള്ളൂ. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം 2 വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചെറുപയർ പരിപ്പാണ് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പരിപ്പൊക്കെ വന്നപ്പോൾ സാമ്പാർ കഷ്ണം കുറച്ച് കഷ്ണങ്ങളുള്ളൂ കേട്ടോ. എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല. അത് കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിപ്പൊടി സാമ്പാർ പൊടി അതുപോലെ തന്നെ തക്കാളിയും കൂടി വാളംപുളിയും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വഴുതനങ്ങയും വെണ്ടയ്ക്കയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പായസത്തിലേക്കുള്ള ചെറുപയർ പരിപ്പ് കഴുകിയതിന് ശേഷം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് കഴുകിയെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ഇഞ്ചി കഷ്ണവും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് ചൂടാറിയതിന് ശേഷം കട്ട തൈരും കൂടി ഇതാ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് പച്ചടിയിലേക്കുള്ള വറവാണ്. വറ്റൽമുളക്, കടുക്, കറിവേപ്പില വെളിച്ചെണ്ണയിൽ താളിച്ച് വയ്ക്കുന്നുണ്ട്. പായസത്തിലേക്കുള്ള ശർക്കര പാനി ഒരുക്കിയെടുത്തിട്ട് അതും കൂടി പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് പാലും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ പായസം ഇവിടെ റെഡി കേട്ടോ. മിൽക്ക് മെയ്ഡൊന്നും ഒഴിച്ചിട്ടില്ല. സിമ്പിളായിട്ടുള്ള പായസമാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും തന്നെ ചേർത്തിട്ടില്ല, നെയ്യൊന്നും ഇല്ല കേട്ടോ. പിന്നെ പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. സാമ്പാറിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ വറുത്ത് സാമ്പാർ പൊടിയൊക്കെ വറുത്ത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കൊണ്ടാട്ട മുളകും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പടക്കം പൊട്ടിക്കുന്ന നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആയി. ബീട്രൂട്ട് പച്ചടി, സാമ്പാർ, പിന്നെ ക്യാബേജ് തോരൻ, മാങ്ങ അച്ചാർ, പപ്പടം ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പിന്നെ ചോറ് തിന്നാനായപ്പോൾ കറണ്ട് വന്നും ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സിമ്പിളാക്കി എളുപ്പമാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് പായസം ഒരു പപ്പടവും പഴം കൂടി ഇലയിലേക്ക് ഇട്ട് കൊടുത്ത് അത് ചുമ്മാ രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള പച്ചടിയും ക്യാബേജ് തോരനും സാമ്പാറും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെങ്ങോട്ടും പോകാറൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ സദ്യയൊക്കെ കുഞ്ഞതാക്കി ഉണ്ടാക്കിയിട്ട് മക്കൾക്കും കൊടുക്കും, നമ്മളും കഴിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.